നിസ്സാരമായ കാരണങ്ങൾ ഉണ്ടാക്കി നാട്ടിൽ കലാപം അഴിച്ചുവിട്ട് വടകര എം പി ഷാഫി പറമ്പിലും കോൺഗ്രസും നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ മുതലെടുപ്പ് നാടകം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് CPI കോഴിക്കോട് ജില്ലാ എക്സിക്യൂട്ടീവ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആഹ്ലാദ പ്രകടനത്തെ കലാപമാക്കി മാറ്റുകയായിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ലക്ഷ്യം വെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുമാണ് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ ഇത്തരം സംഘർഷങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. അനാവശ്യമായ ഹർത്താലിന്റെ പേരിൽ കടകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പഞ്ചായത്ത് ഓഫീസും അടപ്പിക്കാനാണ് അവർ ശ്രമിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓഫീസിൽ കയറി ആക്രമിച്ചത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. പോലീസ് നടപടിയിലല്ല ഷാഫി പറമ്പലിന് പരിക്കേറ്റതെന്ന് ജില്ലാ പോലീസ് മേധാവി തന്നെ തെളിവുകൾ സഹിതം വ്യക്തമാക്കിയിട്ടുണ്ട്. പാലക്കാട് അടക്കം ഇത്തരം ഗൂഢശ്രമങ്ങൾ ഇതിനു മുമ്പും MPയും സംഘവും നടത്തിയിട്ടുണ്ട്. പേരാമ്പ്ര കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനെ ആയുധമാക്കി കോഴിക്കോട് ജില്ലയിലെ സമാധാന അന്തരീക്ഷം നശിപ്പിക്കാനുള്ള ഷാഫി പറമ്പിലിന്റെയും കോൺഗ്രസ് നേതാക്കളുടെയും ശ്രമങ്ങൾ ഇതിനോടകം നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോലും ജനപ്രതിനിധികൾക്കെതിരെ ഉയർന്ന ഗുരുതര ആരോപണങ്ങൾ മറയ്ക്കാൻ നിസ്സാര കാരണങ്ങൾ ഉണ്ടാക്കി കലാപങ്ങൾ ഉണ്ടാക്കി മുതലെടുപ്പ് നടത്താനാണ് ഇപ്പോൾ ശ്രമങ്ങൾ നടക്കുന്നത് തന്നെ. ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവിന്റെ നിലവാരത്തിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി എന്നുള്ള നിലയിലേക്ക് ഉയരണം. ഒരു പ്രാദേശിക വിഷയത്തെ പെരുപ്പിച്ച് പേരാമ്പ്ര പട്ടണത്തിലും കോഴിക്കോട് നഗരത്തിലും കലാപങ്ങൾ ഉണ്ടാക്കി സാധാരണ ജനങ്ങളുടെ സ്വൈര്യ ജീവിതം താറുമാറാക്കാൻ നടത്തുന്ന ശ്രമങ്ങളിൽ നിന്ന് കോൺഗ്രസ് ജില്ലാ നേതൃത്വം പിന്മാറണം. ആക്രമികൾക്കെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് P. ഗവാസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പേരാമ്പ്രയിൽ LDF UDF പ്രകടനത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. ഷാഫി പറമ്പിൽ, കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ അടക്കം 692 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. പോലീസിനെ ആക്രമിച്ചു എന്നുള്ളതാണ് FIR. LDF പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. കണ്ടാൽ അറിയാവുന്ന 492 പേർക്കെതിരെയാണ് കേസുള്ളത്. ന്യായവിരോധമായി സംഘം ചേരൽ, വഴി, വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി എന്നീ കുറ്റങ്ങൾ ചാർത്തിയാണ് കേസ്. ഇന്നലെ രാത്രി വൈകിയും പലയിടങ്ങളിലും പ്രതിഷേധം തുടർന്നിട്ടുണ്ടായിരുന്നു. പോലീസ് ഏറെ പണിപ്പെട്ടാണ് പ്രതിഷേധക്കാരെ നീക്കിയത്. വിവിധ ജില്ലകളിൽ നടന്ന കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പലയിടങ്ങളിലും പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകർ ഏറെ നേരത്തിന് ശേഷമാണ് പിന്തിരിഞ്ഞത്. തലസ്ഥാനത്ത് ഷാഫിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസ് രംഗത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റ് മാർച്ചിൽ വൻ സംഘർഷം ഉടലെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നാലെ ലാത്തി ചാർജും അരങ്ങേറുകയായിരുന്നു. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലേക്കും പ്രതിഷേധം പടരുകയായിരുന്നു. മിക്കയിടത്തും പോലീസ് സ്റ്റേഷൻ ഉപരോധം, ദേശീയപാത ഉപരോധം അടക്കമുള്ള പ്രതിഷേധങ്ങളും അരങ്ങേറിയിട്ടുണ്ടായിരുന്നു.